ഹലോ ഡേസ്. അങ്ങനെ നമ്മുടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സപ്ലിമെന്ററി എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനകത്തെ പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം സാറേ +2 എഴുതണമോ അതോ +1 എഴുതിയിട്ട് ഡബിൾ പാസ് വാങ്ങിക്കഴിഞ്ഞാൽ നേരെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ, അതോ +2 എഴുതി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി പബ്ലിക് എക്സാമിൽ കൂടുതലുണ്ടായിരുന്നു അതെടുക്കുമോ, അതല്ലോ സേക്ക് കുറഞ്ഞുപോയി അതാണോ എടുക്കുക? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമന്റ്, ഷെയർ ഒന്നും മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് +1 റെഗുലർ, +2 റെഗുലർ ആണെങ്കിലും +2 സേ എഴുതി ഫെയിൽ ആയവരാണെങ്കിലും ഒക്കെ ഇംപ്രൂവ്മെന്റ് എക്സാമുമായി ബന്ധപ്പെട്ട നിങ്ങൾ എങ്ങനെ പഠിക്കണം, വെയിറ്റേജ്, ട്രിക്സ്, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പൊ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോളൂ. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് അതിനകത്ത് ഇതുപോലെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ലിങ്ക് അതിനകത്ത് വരും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് കിട്ടും, നിങ്ങൾ വീഡിയോസ് ഒന്നും മിസ്സാവില്ല. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ബ്ലാക്ക് എടുക്കാം. കാൻഡിഡേറ്റ്സ് 2017 ഓൺവേർഡ്സ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇപ്പം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ, കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഫെയിൽ ആയ സ്റ്റുഡൻസിന്റെ കേസാണ്. അപ്പോൾ അതുകൊണ്ട് 2017 ഓൺവേർഡ്സ് നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം, രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ തന്നെ എന്താണ്, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതി എന്നേ. ഇപ്പം നിങ്ങൾ +1 വേണ്ടി സ്കൂൾ ത്രൂ എന്ത് ചെയ്യും, നിങ്ങൾ ആപ്ലിക്കേഷൻ സ്കൂളിൽ പോവുക, അവരൊരു ആപ്ലിക്കേഷൻ ഫോം തരും, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്തായി, വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് ആയെന്നേ, അവിടെ ഫീസും പൈസയും കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ +2 ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പൊ +1 ഇപ്പം സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഫോർ ദ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ആണ് അതിനകത്ത് എന്ത് ചെയ്യുക, വൺ ടൈം ഒറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ മതി രണ്ടും. അപ്പൊ നിങ്ങൾ ഇപ്രാവശ്യം എന്താണ്, രജിസ്ട്രേഷൻ ഫോർ ദ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ വൺ ടൈം ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യൂലേ. അപ്പൊ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എന്തായി, +2 നിങ്ങൾ രജിസ്ട്രേഷൻ അവിടെ കഴിഞ്ഞു. അങ്ങനെ രജിസ്ട്രേഷൻ ആൻഡ് രണ്ടും എന്താണ്, രണ്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ +1 എഴുതിയിട്ട് +1 എഴുതിയില്ലെങ്കിൽ ഫെയിലായി. ഇനി മാർച്ചിൽ എഴുതാന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇപ്പോഴേ +1 നടക്കുന്നുള്ളൂ. +1 ഇപ്പൊ എഴുതണം, അതെല്ലാവർക്കും നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ടോ ഇത് സെക്കൻഡ് ഇയർ, ഇനി മാർച്ചിൽ +2 വരും, ആ സമയത്ത് +2 എഴുതണം, അതും നിർബന്ധമാണ്. അങ്ങനെ രണ്ടും എഴുതിയവർക്ക് എന്ത് കിട്ടുള്ളൂ, സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതിനകത്തെ അപ്പൊ ഇതൊക്കെ ഒരുപാട് പേര് ഇതൊന്നും മനസ്സിലാക്കാണ്ട് പോകുന്നവരുണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പൊ അടുത്തെങ്ങാണ്ട് യൂട്യൂബിൽ നിന്ന് എവിടുന്ന ഒരു മെസ്സേജ് എനിക്ക് അതിനകത്ത് വാട്സാപ്പിൽ ഒന്ന് ആരും സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഏതോ ഒന്നും എഴുതിയില്ല, അങ്ങനെ അത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളവരുണ്ട്. അതുപോലെ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് സാറേ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ബാച്ചിലെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിയിക്കാറുണ്ട്. പക്ഷെ പുറത്തുനിന്ന് യൂട്യൂബിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് പലരും വീഡിയോ കണ്ടിട്ട് പലപ്പോഴായിട്ട് അതിനകത്ത് പല രീതിയിൽ ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇനി പറ്റുമോ, അടുത്തത് എപ്പോഴാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ അത്തരത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ട് എന്ത് ചെയ്യുക, ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സേക്ക് എഴുതുന്നവരോട് എത്തിക്കുക. അപ്പൊ രണ്ട് ബെസ്റ്റ് സ്കോറ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്, മാർക്ക് ഏതാണ് എടുക്കുക. അപ്പൊ ചിലർ അതിനകത്ത് പബ്ലിക്കിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, കാരണം കെമിസ്ട്രി ഒക്കെ പബ്ലിക് എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ സേ എന്തായി, ഭയങ്കര ടഫായി മാറി. അപ്പൊ സേയുടെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് പലർക്കും. അപ്പൊ സേ ആണ് എടുക്കുക, പബ്ലിക് ആണ് എടുക്കുക, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഇതിനകത്ത് ഇന്ന് അപ്പൊ സേ ആണോ പബ്ലിക് ആണോ എടുക്കാന്ന് ചോദിക്കുന്നതിന്, അപ്പം ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട. ഇംപ്രൂവ്മെന്റ് റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ ഒരു പേപ്പറിന് 175, പിന്നെ സർട്ടിഫിക്കറ്റിന് എക്സ്ട്രാ ഫീസ് കൊടുക്കണം 40. അത് സബ്ജക്ട് എത്ര സബ്ജക്റ്റ് ആണോ അങ്ങനെയാണ് 175. നിങ്ങൾ 3 സബ്ജക്ട് എഴുതുന്നുണ്ടെങ്കിൽ 175 × 3 വരും. പിന്നെ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ എല്ലാം. പിന്നെ ഇതിനകത്ത് ഈ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കമ്പാർട്ട്മെന്റൽ സേ സ്റ്റുഡൻസ് ആണെങ്കിൽ 225 ഒരു സബ്ജക്റ്റിന്. അങ്ങനെ നിങ്ങൾ 3-4 സബ്ജക്ട് എത്ര ഫെയിൽ ആയോ അത്ര എഴുതാം, നിങ്ങൾക്ക് റൂളില്ല. റെഗുലർ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം 3 അതിനകത്ത് പറ്റത്തുള്ളൂ. പക്ഷേ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, നിങ്ങൾ 4-5 എത്രയാ ഫെയിൽ ആയത് അതൊക്കെ എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അതിന്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ആരും മറക്കണ്ട. ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതിയാണ്. എന്ത്, ആപ്ലിക്കേഷൻ ഫോം ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം 10-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ ട്രഷറി ബൈ ദ പ്രിൻസിപ്പൽസ്, ഇതാണ് ഫീസ്. പിന്നെ ഫൈന് 600 രൂപ ഫൈനാണ്. അങ്ങനെ ഫൈനോട് കൂടി സബ്മിറ്റ് ചെയ്യാം 15. അപ്പൊ 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ ആയിട്ടോ 500 രൂപ ഫൈനാണ്. അത് മറക്കണ്ട. നിങ്ങൾ 10-ാം തീയതിക്ക് മുന്നേ സമയമുണ്ടെന്നേ, പേടിക്കണ്ട. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാം സെറ്റാക്കി തരും. ഇനി ഇതിന്റെ മലയാളമാണ്. അപ്പൊ ഇതിനകത്ത് മാർക്ക് ഏതാ എടുക്കുക, അതിലോട്ട് നമുക്ക് പോകാം. അപ്പം അതിന് മുന്നേ നമ്മളെ ടൈം ടേബിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം എന്തുണ്ട്, പഠിക്കാൻ ഗ്യാപ്പൊക്കെ ഉണ്ട്, മറ്റേത് അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ടൈം ടേബിളിന്റെ കാര്യത്തിലും ഒക്കെ ഇത്തവണ നല്ല ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയും നിങ്ങൾ ആ രീതിയിൽ ആക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സയൻസ് സബ്ജക്റ്റുകളുള്ളവർക്ക് വേണ്ടിയിട്ട് സയൻസ് മാത്രവും, അല്ലാത്തവർക്ക് അതിന്റെ ആ ഒരു ഷെഡ്യൂളൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ കൂടി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇനി പഠിക്കേണ്ടവർ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 28-ാം തീയതി മുതൽ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു പ്ലാൻ. ഇപ്പം സ്കൂളിൽ പോകുന്നവരാണെങ്കിലും വൈകുന്നേരം വന്നിട്ട് നിങ്ങൾക്കുള്ള സബ്ജക്റ്റുകളൊക്കെ 3 സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അതിൽ നിങ്ങൾ പോയി കണ്ടോളൂ ഈ ഷെഡ്യൂളിനെ പറ്റി കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വെയിറ്റേജ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ അതിനകത്ത് ഈ PDF ഇതിനകത്ത് വേണമെന്നുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ PDF ഇട്ടേക്കാം. പിന്നെ ഇനി അപ്പോൾ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളാണ്. ഇനി അത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലാസ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഫീൽഡിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ മാർക്കുള്ളവർ പോലും കുറഞ്ഞ സമയം കൊണ്ട്, ഇവരൊക്കെ 9 മാർക്കുമായിട്ട് വന്നിട്ട് 31 ആയിട്ടുണ്ട്. അതുപോലെ ഇവർ 2 സബ്ജക്റ്റ് ഫെയിൽ ആയിരുന്നു. ഇത് സേ എക്സാമിന് വന്നതാണ്, +2 സേ എക്സാമിന് വേണ്ടിയിട്ട് വന്നിട്ട കേസുകളാണ്. 9, 31, 6 മാർക്കായിട്ട് ഒരു വർഷം സ്കൂളിൽ പഠിച്ചിട്ട് 32 ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ. +1 ഫിസിക്സ് ഫെയിലായിട്ട് 16 ഫെയിലായി. അങ്ങനെ +2 പിന്നെ സേ എഴുതിയപ്പം 40 അറൗണ്ട് മാർക്ക് ഒരു മാസത്തെ ക്ലാസ്സുകൾ കൊണ്ടാണ് ഇതൊക്കെ നേടിയതെന്ന് നിങ്ങൾ ഓർക്കണം. 14, 32, 17, 30 അങ്ങനെ ഒരുപാട് 13, 14 അങ്ങനെയൊക്കെ വന്ന കേസുകളുണ്ട്. മാത്സിലാണ് ഒരു വർഷം പഠിച്ചിട്ട് 13, 14 മാർക്ക്. അങ്ങനെ പിന്നെ നമ്മുടെ ബാച്ചിൽ ഒരു മാസത്തെ സേ ക്ലാസ് കൊണ്ട് തന്നെ കണ്ടു മാർക്ക് സെക്കൻഡ് ഇയർ മാത്സ് 32 ആയത്. അങ്ങനെ ഒരുപാട് കേസ്. ഈ കേസ് 9 മാർക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം പല സ്റ്റുഡൻസും എൻ്റെ അടുത്ത് അത് ഞാൻ പറയാം, ഇത് 9 മാർക്കാണ്, അതുപോലെ 15 മാർക്കൊക്കെ ആയിരുന്നു ഫെയിലായ സമയത്ത്. പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ 36, 39 ഒക്കെ ആയ കേസുകൾ. അങ്ങനെ ഒരുപാട് കേസുകൾ. ഇത് 2 തവണ ഫെയിലായിട്ട് 36, 46 അങ്ങനെ ഒരുപാട് പറയാണ്ട്. ഞാൻ തൽക്കാലം പറയുന്നില്ല. ഇതൊക്കെ +1ന്റെ ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ് +1ന്റെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഡബിൾ പാസ് വന്ന കേസുകളൊക്കെയാണ്. 2 തവണ ഫെയിലായിട്ട് വന്ന സ്റ്റുഡൻസിന്റെ മാർക്കുകളാണ് ഇതെന്ന് നിങ്ങൾ ഓർക്കണം. അല്ലാണ്ട് ഭയങ്കര പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കാറ്റഗറിയിൽ ഞാൻ പറയുന്നത് ബിലോ ആവറേജ് നിൽക്കുന്ന അല്ലെങ്കിൽ ആവറേജ് നിൽക്കുന്നതൊക്കെ ഫെയിലായ 2 തവണയൊക്കെ ഫെയിലായ ബിലോ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസിന് കിട്ടിയ മാർക്കുകളാണിത്. മനസ്സിലായില്ല? അപ്പം അത്രയും കുറഞ്ഞ മാർക്കിൽ നിന്ന് പോലും നല്ല മാർക്ക്. ഇവരൊക്കെ 4 തവണ ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിന്റെ മാർക്ക് ലിസ്റ്റാണ്. എന്നിട്ട് 4 തവണ ഫെയിലായിട്ട് ഇവർ നമ്മളടുത്ത് വന്നത് ലാസ്റ്റ് 2 കൊല്ലം കഴിഞ്ഞിട്ട് 2026-ലാണ്. അപ്പം 3 സബ്ജക്ട് ഫെയിൽ ആയിരുന്നു. 3 നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു. 26ഉം 28ഉം അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ SLCയിൽ മിനിമം A+ ആയിരുന്നിട്ടും നല്ല മാർക്കിലോട്ട് എത്തിയ ഒരു കേസാണ്. അപ്പം നമ്മുടെ ബാച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് കേസുണ്ട്. പറഞ്ഞ സമയം പറയുന്നില്ല. 627ഉം 528ഉം 1028ഉം അങ്ങനെ ഒത്തിരി 1, 2, 3, 4 കേസുകളൊന്നുമല്ല. ഇത് തന്നെ ഇതിനപ്പുറം ഇനിയും കേസുണ്ട്. ഇത് ഞാൻ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള, അതായത് ബിലോ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ കേസാണ് ഞാൻ കാണിച്ചത് ഇതിനകത്ത് പലതും. പിന്നെ SLCയിൽ നല്ല A+ കിട്ടിയ ഒരു പയ്യന്റെ കേസ്. അവന് ആവറേജ് ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു. അവന് SLCയിലൊക്കെ മിനിമം A+ ആയിരുന്നെങ്കിലും അവന്റെ സ്ട്രീമിലുള്ള ഫിസിക്സിന് റീവാലേഷൻ കൊടുത്ത് A+ ആയി. കെമിസ്ട്രി അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജി ഓൾമോസ്റ്റ് ഫുൾ മാർക്കിലെത്തി. മാത്സ് അവർക്ക് VHSC ആയിട്ട് സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും മാത്സിൽ ഈ മാർക്ക് വന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത്. അപ്പം ഈ ഫീൽഡിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, പലരും ഓൺലൈൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഓൺലൈനെ കുറിച്ച് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഓൺലൈനിൽ നിങ്ങളെ ഓഫ്ലൈനേക്കാളും നന്നായിട്ട് നമ്മുടെ ഓൺലൈനിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓഫ്ലൈനേക്കാളും നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ക്ലാസ് നിങ്ങൾ പ്രോപ്പർ ആണോ എന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് അവിടുത്തെ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ക്ലാസ് ആരാണ് എടുക്കുന്നത് നോക്കുക. ഞാനാണ് നമ്മൾക്ക് അതിനകത്ത് സേ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ, നമ്മുടെ സേ ഇംപ്രൂവ്മെന്റ് ബാച്ചിലെ ക്ലാസ്സുകൾ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാത്സ് ആയിക്കോട്ടെ, എല്ലാം ഈ റിസൾട്ടുകൾ കാണിച്ചില്ല. മാത്സിൽ നല്ല റിസൾട്ട് കാണിച്ചു, ഫിസിക്സിലെ കാണിച്ചു, ബയോളജിയിലെ കാണിച്ചു, കെമിസ്ട്രിയിലെ കാണിച്ചു. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഇഷ്യൂസ് വരില്ല. അപ്പോൾ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആവും. അല്ലാണ്ട് എവിടെയെങ്കിലും പോയിട്ട് പിന്നെ പോയി പെട്ടതിന് ശേഷം പല സ്റ്റുഡൻസും പല പ്ലാറ്റ്ഫോമിൽ ജോയിൻ ആയി, പക്ഷേ അവിടുത്തെ ക്ലാസ് എഫക്റ്റീവ് ആയില്ല എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് എന്തുകൊണ്ട് അത് അന്വേഷിച്ചിട്ട് വേണം ജോയിൻ ആക്കാൻ. നല്ല ക്ലാസ് ആണോ, ആരാണ് എടുക്കുന്നത്, അവിടുത്തെ റിസൾട്ട് എങ്ങനെയാണ്, PDF മാത്രമാണോ, അതോ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് മാത്രമാണോ, ലൈവ് വേണ്ടവർക്ക് അത് ലൈവ് തന്നെ 1 അവർ ലൈവ് മാത്രമാണോ. 1 അവറൊക്കെ ആണെങ്കിൽ ഇനി ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ തീർക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ വേണ്ട അവേഴ്സൊക്കെ ലൈവ് കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ജോയിൻ ആവുക. 77 36 70 70 45 ആണ് എൻ്റെ നമ്പർ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഏത് മാർക്കാണ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം +2 മാർക്ക് ഞാൻ പറയാം, +1 മാർക്കും ഞാൻ പറയാം. +2 നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി +1 എത്ര മതി? 16 കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അത് തന്നെ നിങ്ങളെ പബ്ലിക് എക്സാമിന്റെ മാർക്കല്ല, നിങ്ങളുടെ സേ എക്സാമിന്റെ മാർക്കാണ് നോക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ ലാസ്റ്റ് 2 ചാൻസിലെ മാർക്കാണ് എടുക്കാന്ന് ഇവർ പ്രത്യേകം പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ നോട്ടിഫിക്കേഷനിൽ എന്താ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? നോക്കൂ നിങ്ങൾ, ഇതാ 1 2 വർഷ പരീക്ഷ നിർബന്ധമായും എഴുതണം. കണ്ടില്ലേ? വർഷം 1 2 വർഷ പരീക്ഷ എഴുതി ലഭിക്കുന്ന മാർക്കിലെയും
വിദ്യാർത്ഥി ഏറ്റവും അവസാനം പരീക്ഷ എഴുതിയ മാർക്കിലെയും ബെറ്റർ സ്കോർ നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സംഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പം +1 ഒരിക്കൽ എഴുതിയിട്ട് ഇപ്പം +1 ലാസ്റ്റ് ചാൻസ് നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങളുടെ ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിലില്ലേ? ഒരു മിനിറ്റ്, +1 ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിലില്ലേ? +1 ലാസ്റ്റ് എഴുതിയപ്പോൾ എത്രയാ മാർക്ക്? തൽക്കാലം ഇപ്പം 16 വിചാരിച്ചോളൂ. അങ്ങനെ +2 സേ എഴുതിയപ്പം +2ന്റെ സേന്റെ ആണ് പബ്ലിക് എടുക്കൂല കേട്ടോ. +2ന്റെ സേന്റെ എത്രയാ? നിങ്ങൾക്ക് തൽക്കാലം ഒരു 13 ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇപ്പൊ സേന്റെ മാർക്ക് അവിടെ നിന്നോട്ടെ, ആ 13 അവിടെ പോവില്ല, അതവിടെ നിൽക്കും. ഇനി നിങ്ങൾക്ക് എത്ര വേണം? ഇവിടെ 5 കുറവാണ്. ആ 5 എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയെടുക്കാന്നേ. അപ്പം ഇവിടെ എഴുതിയെടുക്കുമ്പോൾ 5 കൂടി അധികം വാങ്ങിച്ചിട്ട് നിങ്ങൾ 18ഉം 5ഉം എന്ത് ചെയ്യുക? 23 വാങ്ങിക്കുക. അപ്പൊ 23ഉം പിന്നെ ഈ സേല 13 അവിടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ 23ഉം 13ഉം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ 2 കൂടി വരുമ്പോൾ 36 പാസ്സായി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇനിയിപ്പോ +1 എഴുതിയപ്പോൾ 23 കിട്ടിയില്ല, എനിക്ക് ഒരു എന്താ പറയാ ഈ ആദ്യത്തേനേക്കാളും കുറഞ്ഞു. ആദ്യം ഇപ്പൊ നിങ്ങളെ +1 നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ +1 ലാസ്റ്റ് എഴുതിയ മാർക്ക് ഉണ്ടല്ലോ, അതിനേക്കാളും കുറഞ്ഞു എന്ന് വിചാരിക്കുക. കുറഞ്ഞാലും ഇതിലെ ബെസ്റ്റ് ആണ് എടുക്കുക. അപ്പൊ ഈ 16 നിങ്ങൾക്ക് ഉള്ള മാർക്ക് എന്തായാലും പോവില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഈ 16 കിട്ടുക. അപ്പൊ പിന്നെ നിങ്ങൾ ഈ 13 ഇപ്പം പുതുതായി ഇനി എഴുതാൻ പോകുമ്പോൾ 13 കിട്ടിയതെങ്കിൽ പിന്നെ ഈ 16 എടുക്കുക. ബാക്കി ഇനി എന്ത് വേണം? 2 മാർക്ക് കൂടി വേണം. അപ്പൊ നിങ്ങൾക്ക് ഇനി +2 എഴുതുമ്പോൾ 20 എടുക്കണം. അങ്ങനെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ഈ 23 ഇവിടെ കിട്ടി. ഇപ്പം +1 എഴുതിയപ്പോൾ പുതുതായി എഴുതുമ്പോൾ 23 ഇനി നേടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാസ്സായില്ലേ? പക്ഷെ പാസ്സായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? +2 അറ്റൻഡ് ചെയ്യണം. അത് നിർബന്ധമാണ്. അറ്റൻഡ് ചെയ്തിട്ട് ഇനി 10 മാർക്കായി, ഇപ്പം 13 ഉണ്ട്, 10 ആയി എന്ന് വിചാരിച്ചോളൂ. എന്നാലും കുഴപ്പമില്ലാതെ ഈ 13 അവിടെ നിൽക്കും, പോവില്ല. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ള ബെസ്റ്റ് മാർക്ക് പോവില്ല. പക്ഷേ ലാസ്റ്റ് 2 ബെസ്റ്റ് ആണ് നോക്കുക. അപ്പൊ ഈ സേൻ്റെതും ഇനി എഴുതുന്ന +2ലെയും വെച്ചാണ് നോക്കുക. അല്ലാണ്ട് പബ്ലിക്കിന്റെ മാർക്ക് ഇനി കൂട്ടൂല. പബ്ലിക്കിന്റെ മാർക്ക് പോയി. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ്. ഇനി അതിനകത്ത് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് ഇപ്പം +1 എന്ത് ചെയ്യുക? അതിനകത്ത് പഠിച്ചിട്ട് ഡബിൾ പാസ് അല്ല അതിനപ്പുറം. കാരണം ഇമ്പ്രൂവ്മെന്റ് എക്സാം കുറച്ച് ടഫായിരിക്കും. അതിന്റെ ലോജിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയാണ് വരാറുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ എങ്ങനെയാണ് പഠിക്കാൻ പറ്റില്ലെങ്കിലും പൊതുവെ അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കെമിസ്ട്രി ഒക്കെ സേ എഴുതിയവർക്ക് അറിയാം അത് ടഫായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടാമതൊരു ചാൻസ് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് എക്സാം ടഫ് ആക്കിയില്ലെങ്കിൽ എന്താ വിചാരിക്കുക? ഇത് +2 റെഗുലർ സ്റ്റുഡൻസ് +1 മാർക്ക് കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ +1 അങ്ങനെയാണല്ലോ നടക്കുന്നത്. +1 മാർക്ക് കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇമ്പ്രൂവ്മെന്റ്. അപ്പൊ നിങ്ങളും അതിന്റെ കൂടെ എഴുതുകയാണ്, സപ്ലിമെന്ററി സ്റ്റുഡൻസും. അപ്പൊ ഈ +1 സ്റ്റുഡൻസ് എന്താ വിചാരിക്കാം? അത് 2 സബ്ജക്ട് പഠിച്ചാൽ മതി, ബാക്കി ഇനി ഇമ്പ്രൂവ്മെന്റിന് എഴുതാം എന്ന് വിചാരിച്ച് അതിനകത്ത് കുറെ പേരെന്ത് ചെയ്യും? ആ രീതിയിൽ പോകൂലേ? അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനകത്ത് വരാതിരിക്കാൻ വേണ്ടി ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാം ഇമ്പ്രൂവ്മെന്റ് ടഫ് ആകാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ +1 തന്നെ എന്ത് ചെയ്യും? +1 പബ്ലിക് എക്സാം കുറച്ച് എളുപ്പമാകുമ്പോൾ എല്ലാവരും അത് പഠിച്ച് ക്ലിയർ ആക്കാനാണ് നോക്കുക. പിന്നെ ബുദ്ധിമുട്ടുള്ളവരെ സെക്കൻഡ് ഇമ്പ്രൂവ്മെന്റിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റിന്റെ ലോജിക്ക് അതാണ്. എക്സാം ടഫ് ആകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 36 നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു 18 പ്രതീക്ഷിക്കാവൂ എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം 36 വേണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ 30 വേണ്ടവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 60 മാർക്കിന് തന്നെ പഠിക്കുക. എന്നാൽ അതിന്റെ പകുതിയെങ്കിലും നമുക്ക് വരുള്ളൂ. കാരണം കുറെ ചാപ്റ്റേഴ്സിന് നമ്മൾ പഠിച്ചു പോയ ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാം. ഇനി ബാച്ചിൽ അതിനകത്ത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ലാസ്സിനൊക്കെ അത്രയും നല്ല ഫീഡ്ബാക്ക് കാര്യങ്ങൾ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ ഇപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. 77 36 70 70 45. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഞാൻ അതിനകത്ത് മറുപടി മാക്സിമം കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, കമന്റ് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.